കുറച്ച് തന്നെ കുറച്ച് എല്ലാ വണ്ടിക്കും കുറച്ച് കുറച്ച് 2.5 രൂപ ചോദിച്ചിട്ട് ഇതിപ്പോ 2.25 കൊടുക്കാം. 2,000 എടുക്കാം. 25,000 റുപ്യ ഒറ്റയടിക്ക് കുറയ്ക്കുന്നത്. 25,000 റുപ്യ സഫാരി 2007 ടൈക്കോർ വണ്ടി. എല്ലാ വണ്ടിക്കും കുറച്ചിലല്ല, കുറച്ച് തന്നെ കൊടുക്കാം. 1.45 നെറ്റ് ചോദിക്കുന്നത്. ഇത് നമുക്കൊരു പാർട്ടിന്റെ വണ്ടിയാണ്. ഇതും കച്ചവടത്തിന് വരുമ്പോൾ ഞാൻ കുറച്ച് കൊടുക്കാം. LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. 2008 അത് 1.40 ഇത് 1.60. ഇത് ക്വാളിറ്റി കിട്ടത്തില്ല. ഇത് LCD കാര്യം ഉള്ളൊക്കെ 2013 മോഡൽ അത്രയും ക്ലിയർ. ഇത് നമ്മൾക്ക് 2.5 രൂപ ചോദിച്ചില്ലേ, ഒരു 10,000 രൂപ വീണ്ടും കുറച്ചിട്ട് 2.40 കൊടുക്കാം. ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു വെച്ചാൽ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിന്റെ താനൂരിന്റെ നടുവില് ഓലപ്പീടിക പൂരപ്പുഴ. ബഷീർക്ക, ഇപ്പൊ പുതിയ വാഹനങ്ങൾക്കൊക്കെ വില കുറച്ചല്ലോ GST. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കൊക്കെ ഒന്ന് വില കുറച്ച് കൊടുത്താലോ? GST വന്നതിന് ശേഷം പുതിയ വണ്ടികളിലും അത്യാവശ്യം വില കുറഞ്ഞിരിക്കുന്നു. അത് അതിനെ കൊണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹനം എന്നുള്ളവർക്ക് നമ്മളും 10,000, 20,000, 30,000 റുപ്യ വരെ ഓരോ വണ്ടിക്കും നിലവിലെ പൈസനെക്കാട്ടി കുറച്ചിട്ട് കൊടുക്കണം. മിനിമം 10, 20, 30 3 കാറ്റഗറിയിലായിട്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ വില കുറച്ചുള്ള വാഹനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഏതാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനം? ഇത് 1,00,000 റുപ്യക്ക് കൊടുക്കാം. 2011 ഇത് നമ്മളെടുത്ത് 3-4 മാസമായി വന്നിട്ട്. നമ്മൾ എത്ര രൂപ കൊടുത്തത് കഴിഞ്ഞ വീട്ടിലൊക്കെ? 1.20 മിനിമം പറഞ്ഞ വണ്ടിയാണ്. ഇപ്പൊ 20 റുപ്യ കുറച്ചിട്ട് ആവശ്യക്കാർക്ക് 1 റുപ്യ കൊടുക്കാം. 1 റുപ്യ കൊടുക്കാം. പേപ്പറൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു ഒമ്നി ഇപ്പൊ നമ്മൾ 20,000 രൂപ കുറച്ചിട്ട് ഇപ്പത്തെ ഈ ഒരു വിലക്ക് കൊടുക്കുന്നത്. പുതിയ വീഡിയോയാണ്. നമ്മൾ GST ഒക്കെ കുറഞ്ഞ കാരണം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കും വില കുറച്ച് 20,000 രൂപ കുറച്ചിട്ട് 1,00,000 റുപ്യക്ക് ഈ വണ്ടി സ്വന്തമാക്കാം കേട്ടോ. 2009 NXi പുതിയ പേപ്പറാണ്. ഇത് നമുക്ക് 1.10 ചോദിച്ചിരുന്നത്, 1.5 1 റുപ്യ കൊടുക്കാം. പിന്നെ വില കുറയില്ല. 1,00,000 റുപ്യ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കണേ. എത്ര ഓണർഷിപ്പ് എത്ര അറിയോ ശിഖ? 4 ആള്. 4ാമത്തെ ഓണർഷിപ്പ്. പേപ്പറൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. എത്ര വർഷത്തേക്ക് പുതിയ പേപ്പർ? 2012 ഡീസൽ ബീറ്റ്. ഇത് 90,000. ഇത് 2018 മോഡല് റെഡിഗോ. ഇത് നമ്മൾ 2,27,000 റുപ്യ എല്ലാ വീഡിയോയിലും ചോദിച്ചത്. 2 ഓണർ ആയിട്ടുള്ളൂ. വെറും 50 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷനാ. ഇതിപ്പോ നമ്മള് നിലവില് 25,000 റുപ്യ പൈസ കുറച്ച് കൊടുക്കാം. 25,000 കുറച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് 2,00,000 റുപ്യ കൊടുക്കാം. അതിൽ തന്നെ അത്യാവശ്യം 1.25 വരെ ലോൺ കിട്ടും. 1.25 ലോണും കിട്ടും. അപ്പൊ ചെറിയ പൈസ 25,000 റുപ്യക്ക് വണ്ടി ഇറക്കാം അല്ലെ? സെക്കൻഡ് ഓണർഷിപ്പ് കുഴപ്പമില്ലാത്ത വണ്ടി കേട്ടാ. നല്ല വണ്ടിയാ. 2,00,000 റുപ്യക്ക് കൊടുക്കാം. A-Star 2011 പിന്നെ ഓട്ടോമാറ്റിക് A-Star നല്ല ക്ലീൻ വണ്ടിയാ. മാരുതിന്റെ A-Star ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇതാ ഒരു അടിപൊളി വണ്ടി ഇവിടെ കിടക്കുന്നത്. അതും നല്ല വൃത്തിയുള്ള കേട്ടോ. 2,00,000 റുപ്യാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് നമുക്കൊരു വീണ്ടും 10,000 രൂപ കുറച്ച് കൊടുക്കാം. ഒരു 1.90 കൊടുക്കാം. 1.90 കൊടുക്കാം. ഓട്ടോമാറ്റിക്. ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി. ഓക്കെ, ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചു കേട്ടോ. ഒരു നീറ്റ് വണ്ടിയാണ്. 1.90 ലാസ്റ്റ് കൊടുക്കാം അല്ലെ? ലോൺ ഇട്ടു നമ്മള്? ലോൺ കിട്ടും. 1,00,000 വരെ ലോണും കിട്ടേ. ഇത് അടുത്ത വണ്ടി ഓട്ടോമാറ്റിക്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇതൊരു പാർട്ടിന്റെ വണ്ടിയാണ്. 2020 മോഡലാണ്. പെട്രോൾ ആണ്. പിന്നെ 14,00,000 റുപ്യ ഓണത്തിനോട് വില വരുന്ന വണ്ടിയാണ്. ടാറ്റ നെക്സോൺ 2020 മോഡൽ കൂടിയ വണ്ടി. ഓട്ടോമാറ്റിക് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് 6 റുപ്യക്ക് നെറ്റ് കൊടുക്കാം. ഇതിന് നമുക്ക് 7 റുപ്യ വരെ ലോൺ കിട്ടും. 50,000 റുപ്യ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. മുകളിൽ റൂഫൊക്കെ ഉള്ള വണ്ടിയാണ്. സൺറൂഫൊക്കെ ഉള്ള നെക്സോൺ വണ്ടി. പെട്രോള് നമ്മൾ മുമ്പൊക്കെ കാണിച്ചൊരു വണ്ടിയാണ്. ഇത് 30,000 റുപ്യ. മാരുതി 800 30,000 റുപ്യ കിട്ടാ. ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റാവുന്ന ഒരു വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. ഇത് ക്വാർട്ടർ ജെറ്റ് ഇഞ്ചുള്ള 2011 ഷിഫ്റ്റിന് ഇഞ്ചൻ വരുന്ന വിസ്റ്റ മാൻസ. ഇതിന് 1,00,000 റുപ്യ കൊടുക്കാം. കുറച്ച വിലയാണ്. അപ്പൊ എത്ര രൂപ നമ്മൾ ചോദിച്ചിരുന്ന ആദ്യം? 1.20 ചോദിച്ചിരുന്നത്. 20,000 റുപ്യ ഈ വണ്ടിക്കും കുറച്ച് കേട്ടോ. ഇതാകുമ്പോഴത്തേന് 1.20 ചോദിച്ച വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനല് 2007 പെട്രോള് SS4 ഫുൾ ലോഡ് 1 റുപ്യ കൊടുക്കാം.
1 ലക്ഷം റുപ്യ കൊടുക്കാം. പെട്രോൾ വണ്ടി 2013 നിസാന്റെ സണ്ണിന്റെ ഒക്കെ മോഡൽ സ്കാല, ഇത് 2,400 റുപ്യ. 13 മോഡലിന് 2,400 റുപ്യ. ഇത് 2.5 ചോദിച്ചിരുന്നു. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ഫുള്ളോട് സെക്കൻഡ് ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ. 2,400 റുപ്യ. 2,400 റുപ്യക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വണ്ടി ഉണ്ടോ കേട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിരിക്കും. എല്ലാം ക്ലിയർ. MG കൊറോള ഇത് 1,60 ചോദിച്ചിരുന്നത്. ഇത് നമുക്ക് ഇപ്പോ റെഡി കാശിട്ട് വരുന്ന ആൾക്ക് 10,000 രൂപ വീണ്ടും കുറച്ച് 1,5 റുപ്യ കൊടുക്കാം. 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. 1,60, 1,70 എല്ലാ വീഡിയോയിലും CNG ഉണ്ട്. വില കുറച്ചില്ലാന്ന് പറയണ്ട. എല്ലാത്തിനും 10,000, 20,000 റുപ്യ ഓൾറെഡി കുറച്ചിട്ട് കൊടുക്കാം. എല്ലാ വണ്ടിക്കും 10, 20 കുറച്ചുണ്ട് കേട്ടോ. ഇത് CNG കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. കൊറോളയാണ്. കൊറോള വണ്ടിയാണ്. CNG വർക്കിംഗ്. ഏകദേശം 18 മൈലേജ് കിട്ടും. നല്ല കണ്ടീഷൻ വണ്ടി തന്നെ. 100%. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ. ഇത് പുതിയ ഒന്നാണ്. 2013 പിന്നെ പോളോ സെക്കൻഡ് ഓണർ ഹൈലൈന്. ഏത് വേരിയന്റ്? ഡീസൽ ആണ്? പെട്രോൾ? ഡീസൽ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി കേട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഇത് ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ ഉണ്ട്. 4 ടയർ പുതിയതുണ്ട്. റീപ്ലേസോ കാര്യമൊന്നും ഇല്ല. ഇത് 2.25. 2.25 നമ്മൾ ചോദ്യം. അതായത് കുറച്ച് കൊടുക്കാൻ കഴിയൂല. ഏകദേശം 2.5 വരെ ലോൺ കിട്ടും. 2.25 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. എന്തെങ്കിലും 5 റുപ്യ കുറച്ച് കൊടുത്തേ കൊടുക്കാം. ഓക്കെ. പേപ്പറൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള വണ്ടി അല്ലേ? പുതിയ ഇൻഷുറൻസ് ആണ്. അപ്പൊ ഒന്നും നോക്കണ്ട, വണ്ടി കൊണ്ട് ഓട്ടിയാൽ മതി. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും കേട്ടോ. പോളോ ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു കുഴപ്പമില്ലാത്ത 13 മോഡലാണ്. 13 മോഡല്. ഇത് 2.25 ആവശ്യപ്പെടുന്നത്. 2.5 വരെയൊക്കെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇത് മുമ്പൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചതാണ്. 2008, 9 ആർട്ടീസ് ആണ്. ഇത് വീണ്ടും വില കുറച്ചേക്കണേ. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഈ കുറച്ചെന്ന് പറഞ്ഞ കുറക്കല് 2.20 കൊടുക്കാം. പെട്രോൾ വണ്ടി നമ്മൾ എത്ര രൂപ ആദ്യം ചോദിച്ചത്? 2.40, 2.50 ഇത് ഓൾറെഡി ഇപ്പം 20,000 രൂപ കുറച്ചിട്ട് 2.20 കൊടുക്കാം. ഇത് 2015 ഡീസൽ സെലോറിയ സിംഗിൾ ഓണർ. പേപ്പറൊക്കെ ക്ലിയർ ആയിരിക്കും. എല്ലാം ക്ലിയർ. സിംഗിൾ ഇറക്കിയ ഓണർ. ഇത് പാർക്ക് ആൻഡ് സെയിലാ. പാർട്ടി വേറെ വണ്ടി എടുത്തപ്പോ നിർത്തിയതാണ്. ഇത് 2 ലക്ഷം രൂപ കൊടുക്കാം. എത്ര കിലോമീറ്റർ ഏകദേശം ഓടി ഉണ്ടാവും? 2.5 ലക്ഷം കിലോമീറ്റർ. 2.5 ലക്ഷം കിലോമീറ്റർ കുറച്ചിട്ടില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര രൂപ ലാസ്റ്റ്? ഡീസൽ 2 റുപ്യ. ഡീസൽ വണ്ടിയാ? ഡീസൽ വണ്ടിയാ. ഡീസൽ സെലോറിയ ഏകദേശം 30 മൈലേജ് കിട്ടും. 30 മൈലേജ് ഏകദേശം കിട്ടൂല്ലേ? ഒരു 25 എന്തായാലും കിട്ടും. എത്ര ലാസ്റ്റ്? എത്ര നമ്മള്? ഇത് 2 റുപ്യ. 2 റുപ്യ കൊടുക്കാം. 2 രൂപ കട്ടത് പറയുന്നത്. പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ഡീസലിന്റെ വണ്ടിയാട്ടോ. 5 കൊല്ലം പേപ്പർ എടുത്ത ഫോർഡിന്റെ ഫിഗോ പെട്രോള്. ഇത് 1.10, 1.20 ചോദിച്ചില്ലേ. ഇപ്പൊ നമുക്ക് 1 റുപ്യക്ക് കൊടുക്കാം. 1 ലക്ഷം റുപ്യക്ക് 5 കൊല്ലം പേപ്പർ എടുത്ത പെട്രോളിന്റെ ഫോർഡ് ഫിഗോ സൂപ്പർ വണ്ടി. ഇതൊക്കെ വില കുറച്ചോട്ടോ. ഇത് 1.20 വരെ പോണ വണ്ടിയാണ്. 1 റുപ്യക്ക് റെഡി കാശ് കിട്ടിയാൽ കൊടുക്കാം. ലോണൊന്നും കിട്ടൂല. 1 രൂപക്ക് കൊണ്ടുപോകട്ടോ. പെട്രോൾ വണ്ടി ഫുൾ ഓപ്ഷൻ. കുറച്ച് എല്ലാ വണ്ടിയും കുറച്ച്. ഇത് 2006 മോഡല് ബലീനോ. സൈലൻസറൊക്കെ സ്പോർട്സ് ഡ്രൈവ് ആക്കിക്കണേ. അലേവിയിലുണ്ട്. ഇതിന് 8 റുപ്യ കൊടുക്കാം. ഇത് 1 റുപ്യ കൊടുക്കാം. 2006 2 വണ്ടിക്ക് 1 റുപ്യ. പേപ്പർ ഒന്നും പ്രശ്നമില്ലല്ലോ? ഒന്നും പ്രശ്നമില്ല. പേപ്പർ എല്ലാ വണ്ടി ഉണ്ടാവും. എല്ലാ വണ്ടി പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ക്ലിയർ വണ്ടി തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കി ചെക്ക് ചെയ്ത് കൊണ്ടുപോകാട്ടോ. അടുത്ത ഏതാ ആവശ്യം കാണിക്കുന്നത്? നമ്മൾ കോളീസ്. ഇതും തന്നെ നമുക്ക് ഓൾറെഡി 10 റുപ്യ കുറച്ച് കൊടുക്കാം. ഇത് 1.80 ചോദിച്ചില്ലേ. 1.70 കൊടുക്കാം. 2002 സൂപ്പർ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി 1.70. നല്ല മുകളിൽ റൂഫൊക്കെ ചെയ്താണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വണ്ടിയാണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്തതിന് മുമ്പ് ഒരു വീഡിയോ 2.5 റുപ്യ ചോദിച്ചിട്ട് ഇതിപ്പോ 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. 25,000 റുപ്യ ഒറ്റടി കുറയ്ക്കുന്നത്. 25,000 റുപ്യ സഫാരി 2007 ടൈക്കോർ വണ്ടി. എല്ലാ വണ്ടിക്കും കുറച്ചിലല്ല, കുറച്ച് തന്നെ കൊടുക്കാം. ഇതിന് ഓരോരോ ഭാഗങ്ങളും പാർക്കിംഗ് ആവും. ഇന്ത്യയിൽ കാണിച്ചു നോക്കി. 2,27,000 റുപ്യക്ക് 2007 ഏകദേശം പുതിയത് 18 ലക്ഷം റുപ്യ ഓണത്തിനോട് വിലയുള്ള വണ്ടിയാണ്. ടാറ്റന്റെ 18 ലക്ഷത്തിന്റെ വണ്ടിയാണ് 2.25 കൊടുക്കുന്നത്.
4 ടയർ പുതിയത്. നല്ലൊരു വണ്ടിയാണ് സഫാരി. വലിയ വണ്ടി 2.5 പറഞ്ഞതാണ്. 25,000 റുപ്യ നമ്മൾ വീണ്ടും കുറച്ച് വണ്ടിക്ക്. ഇത് 2003 ഇത് 1.90 കൊടുക്കാം. 2.20 2 റുപ്യ എല്ലാ വീഡിയോയിലും പറഞ്ഞു. ഇപ്പൊ വീണ്ടും 10,000 റുപ്യ ഇതിന് കുറച്ച് കൊടുക്കാം. ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ തന്നെ അല്ലേ? പോളീസ്. വീണ്ടും ഒരു സഫാരി 2004 പുതിയ പേപ്പർ 5 കൊല്ലം അടുത്താണ്. ഇത് നമുക്ക് വീണ്ടും വില കുറച്ചിട്ട് 1.7 കൊടുക്കാം. 1.70 കേട്ടോ. 1.70 കൊടുക്കാം. ഈ പുതിയ പേപ്പർ എടുത്ത സഫാരി 2004 മോഡല്. ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് ഇപ്പൊ വന്നാണല്ലേ പുതിയ അല്ലേ? ഇത് 2008 മോഡല്. 2008 മോഡല്. ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. ഇത് 1.40 കൊടുക്കാം. 1.40. പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ എല്ലാം അല്ലേ? 2008 മോഡല്. വലിയ ആക്സിഡന്റും കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നുമില്ല. ഓക്കെ. ഇത് നമ്മള് 1.45 നെറ്റ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ഒരു പാർട്ടിന്റെ വണ്ടിയാണ്. ഇതും കച്ചവടത്തിന് വരുമ്പോൾ ഞാൻ കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ഇന്റേതല്ലാത്ത ഞാൻ വില പറയാത്ത. ഇതെല്ലാം ഡീസൽ വണ്ടിയാണ്. ഈ 3 ഡീസൽ വണ്ടിയാട്ടോ. അടിപൊളി വണ്ടിയാണ്. LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. 2008 അത് 1.40 ഇത് 1.60. 1.60. ഇത് ക്വാളിറ്റി കിട്ടുന്നത്. ഇത് LCD കാര്യം ഉള്ളൊക്കെ കാണിക്കും. 1.60 നല്ല നല്ല പുതിയ വണ്ടി വാങ്ങിച്ച വണ്ടി. ഡീസൽ വണ്ടി 1.60 കേട്ടോ. ഷിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഷിഫ്റ്റ് തരുന്ന ആൾക്കാർക്ക് നല്ല വിലക്കുറവില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ ഇൻഷുറൻസ് ആണ്. 1.60 നമുക്ക് കൊണ്ടുപോട്ടെ ഈ വണ്ടി. ഇത് 2003 വണ്ടി. 13 വണ്ടി. ഇതിന്റെ ഇഞ്ചറൊന്ന് കാണിക്കും. ഇതേ സിംഗിൾ ഓണർഷിപ്പാ. 2003 1.20 ഓടിയിരിക്കണേ. തട്ടുമുട്ട് ഒന്നുമില്ല. ഇത് നമ്മള് എഞ്ചിന്റെ ഭാഗത്തൊക്കെ വളരെ നീറ്റ് കേട്ടോ. നല്ല ക്ലിയർ. 2013 മോഡലാണ്. ഇത് നമ്മൾക്ക് 2.5 റുപ്യ ചോദിച്ചില്ലേ? ഒരു 10,000 റുപ്യ വീണ്ടും കുറച്ചിട്ട് 2.40 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ് വാഗനർ. 10,000 രൂപ കുറച്ച്. 10,000 രൂപ കുറച്ചിട്ടോ. 10,000 രൂപ കുറച്ചിട്ട് നല്ലൊരു ക്ലിയർ വണ്ടി കേട്ടോ. ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ. LPG അന്നത്തെ കാലത്ത് ഇറങ്ങിയ 2010 മോഡലാണ്. 2010 മോഡല്. മൂന്നാമത്തെ ഓണർ. LPG വർക്കിംഗ്. പുതിയ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിക്കണ്. ഈ വർഷം ലാസ്റ്റ് റിന്യൂവൽ വരും. ടാക്സ് ഒക്കെ അടച്ചിട്ട് നമുക്ക് 1.40 കൊടുക്കാം. എടുക്കുന്നവർക്ക് 2,000 രൂപ ചെലവുള്ളൂ. അത് വേണേ നമുക്ക് എടുത്തു കൊടുക്കാം. 1.40 പുതിയ പേപ്പറായി കൊടുക്കാം. 1,40,000 റുപ്യക്ക് പുതിയ പേപ്പറിൽ നല്ല 2010 വാഗണർ. വലിയ ആക്സിഡന്റ് കാര്യമൊന്നും തോന്നുന്നു. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും കാണില്ല. ഉള്ളൊക്കെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. നീറ്റ് വണ്ടി തന്നെ കേട്ടോ വാഗനർ. 1.40 കൊടുക്കുക. ഇത് പിന്നെ വില കൊടുക്കാൻ കഴിയൂല. 2006 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് കച്ചവടത്തിന് വരുമ്പോൾ ഒരു ഉറുപ്പ്യ ചോദിക്കുന്നത് ഒരു 95,000 റുപ്യക്ക് കൊടുക്കാം. കുറച്ചില്ലാന്ന് പറയണ്ട. ഒരു 5 റുപ്യ നമ്മള് എല്ലാ വീഡിയോയിലും ഒരു ഉറുപ്പ്യാണ് ചോദിക്കുന്നത്. എല്ലാ വണ്ടിക്ക് വില കുറച്ച് 5,000 രൂപ കുറച്ച്. 5,000 കുറച്ച്. ആവശ്യക്കാർ വന്നോട്ടാ. ആവശ്യക്കാരൊക്കെ നേരിട്ട് വരിക. എന്നിട്ട് അവർക്ക് എന്താ കാണുന്നത് അവിടെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം വില കൊടുക്കും. എല്ലാ വണ്ടിയും കൊടുക്കും. നേരിട്ട് വന്നിട്ട് സംസാരിച്ച് കുറച്ച് കൊടുക്കാം. ആവശ്യക്കാർ വരും. ഇപ്പൊ നമുക്ക് ഇരുന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടി കച്ചവടത്തിലൊക്കെ പറഞ്ഞ് വില കുറച്ചിട്ട് കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഞങ്ങൾ പ്രത്യേകം ഇവിടെ ബോർഡ് തന്നെ വെച്ചിരിക്കണേ. ആ വരുന്ന ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ബോധ്യപ്പെട്ട മാത്രം വണ്ടി കൊണ്ടുപോയാൽ മതി. പിന്നീട് ഉണ്ടാകുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഞങ്ങൾ ബിസ്മി യൂസർക്കാർ ഉത്തരവാദിയല്ല. ഏകദേശം നമ്മുടെ അടുത്ത് 10-30 വണ്ടികൾ ഏകദേശം എടുത്തു. ഇനി 3-4 വണ്ടി വർക്ക്ഷോപ്പിലുണ്ട്. ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ പുതിയ വന്നത് പോളോ, അതേമാതിരി ഷിഫ്റ്റുകള്, പിന്നെ വേഗണർ, ഇതൊക്കെയാണ് ഇപ്പം പുതിയ വന്നത്. മാക്സിമം കുറച്ച് കൊടുക്കണമെങ്കിൽ കസ്റ്റമർ നേരിട്ട് വരിക. നേരിട്ട് വന്ന് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. GST കുറഞ്ഞ കാരണം എന്തായാലും കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കും. ഓക്കെ.